ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LP UPയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയൊക്കെ എത്താറായി. അപ്പൊ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്നാണ് ചോദ്യം. അതായത് ക്വസ്റ്റ്യന്റെ എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ധാരാളം കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈ ലോകത്തുണ്ട് അല്ലെ, പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോ അത് പലതിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ആമുഖം എന്ന് പറയുന്നത്, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെ കാണില്ല, പല ഭരണഘടനയിലും കാണില്ല, പല രാജ്യത്തിന്റെ ഭരണഘടനയിലും കാണില്ല. ഇങ്ങനൊരു സിസ്റ്റം, ഒരു ആമുഖം എന്ന് പറയുന്ന ഒരു പേജ് ഭരണഘടനയോടൊപ്പം ചേർത്ത് വെക്കുക എന്നുള്ളൊരു സമ്പ്രദായം, ഒരു സിസ്റ്റം ആദ്യമായി കൊണ്ടുവന്നത് USA ആണ്. ഓക്കെ, അപ്പൊ ആ USA ഭരണഘടനയോടൊപ്പം എന്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ആമുഖം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പം ആമുഖം എന്ന് പറയുന്ന ഒരു പേജും കൂടി ആഡ് ചെയ്തത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A ജർമ്മനി, B ജപ്പാൻ, C ഫ്രാൻസ്, ദെൻ D USA. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ ഏതാണ്? USA ആണ്. നമുക്കറിയാം നമ്മുടെ പ്രിയാമ്പിൾ അല്ലെ, പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയില് ജവഹർലാൽ നെഹ്റു എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ശരിക്കും പ്രിയാമ്പിൾ എന്ന പേരിൽ പിന്നീട് നമ്മുടെ ഭരണഘടനയോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ ഭരണഘടനയോടൊപ്പം പ്രിയാമ്പിൾ ചേർക്കണം, ആമുഖം ചേർക്കണം എന്നുള്ള സിസ്റ്റം നമുക്ക് പ്രചോദനമായത് USA നിന്നാണ്. ക്ലിയർ? അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പരാമർശിച്ചിരിക്കുന്ന വാക്കുകളുടെ ശരിയായ ക്രമം വ്യക്തമാക്കുക. ഇപ്പം പരാമർശിച്ചിരിക്കുന്ന വാക്കുകളുടെ ശരിയായ ക്രമം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സാഹോദര്യം, സമത്വം, സാഹോദര്യം. A. B എന്താണ്? സമത്വം, സാഹോദര്യം, നീതി, സാഹോദര്യം. C എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം. D നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വേർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് നമ്മുടെ പ്രിയാമ്പിളുള്ള കീവേഡ്സ് ആണ് അല്ലെ. നമ്മുടെ പ്രിയാമ്പിളുള്ള കുറച്ച് കീവേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രിയാമ്പിൾ നമ്മുടെ ആമുഖം എങ്ങനെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് കുറച്ച് ബോൾഡ് ലെറ്റേഴ്സിൽ കുറച്ച് വേർഡ്സ് കാണാൻ പറ്റും. അതായത് പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വം, ഇങ്ങനെയുള്ള കുറച്ച് ലെറ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ജസ്റ്റിസ് അല്ലെ, ജസ്റ്റിസ്, ലിബർട്ടി അതായത് നീതി, സ്വാതന്ത്ര്യം, ദെൻ ഇക്വാലിറ്റി സമത്വം, ഫെർട്ടിലിറ്റി സാഹോദര്യം എന്ന് പറയുന്ന 4 വേർഡ്സ് കാണാൻ പറ്റും. ആ താഴെയായിട്ട് നമുക്ക് ഒരു മിഡിൽ പോർഷനിൽ കാണാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ശരിക്കും ഞാൻ ഈ പറഞ്ഞ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 4 വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും എന്താണത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ്? സാഹോദര്യം, സമത്വം, സാഹോദര്യ, നീതി. ഓപ്ഷൻ എ അല്ല. സമത്വം, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം അതുമല്ല. സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യമല്ല. നമ്മൾ ക്രമമായിട്ട് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതി ആദ്യം പറയുന്നത് നീതിയെ കുറിച്ചാണ്, ജസ്റ്റിസിനെ കുറിച്ചാണ്. പിന്നീട് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, സമത്വം, സാഹോദര്യം, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ D ആണ് ആൻസർ. D ആണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറെ കീവേഡ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഭരണഘടനയിൽ കുറേയധികം കീവേഡ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ആ കീവേഡ്സ് ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? പരമാധികാരി. B സോഷ്യലിസ്റ്റ്, C സെക്കുലർ, D കമ്മ്യൂണിസ്റ്റ്. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം നമ്മുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊരു വാചകം കഴിഞ്ഞതിന് തൊട്ട് താഴെയായിട്ട് കുറേയധികം കീവേഡ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നുകൂടി പറയാം. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ദെൻ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ, ഇവയാണ്.
അതായത് ഇന്ത്യയുടെ സ്വഭാവമാണ് പറയുന്നത്. നേച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണെന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ ഉൾപ്പെടേണ്ടത് ഏതെന്നാണ് നമുക്ക് വേണ്ടത്? പരമാധികാരി. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ സ്വഭാവമാണ് സോഷ്യലിസം എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നുള്ളത് സ്ഥിതി സമത്വം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതും എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി വഴി നമ്മുടെ ആമുഖത്തിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് എന്താണ്? സെക്യുലർ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. സെക്യുലർ എന്ന് പറയുമ്പോൾ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ സെക്യുലർ എന്ന് പറയുന്ന വേർഡും എവിടെയുണ്ട്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുണ്ട്. ഇതും 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്താണ് വരുന്നത്? 5D കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കാണാൻ കഴിയില്ല. സോ താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതാത്തതെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതാത്തത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഡി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്ത എന്താണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഏത് കേസാണ്, ഏത് കോടതി കേസാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളെ പോലെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കാലഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം അമെൻഡ് ചെയ്യാമോ, ഭേദഗതി വരുത്താൻ അതിന് ഭേദഗതിക്ക് വിധേയമാണോ അത്, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് ആൻസർ ആയിട്ട് നമുക്കൊരു കേസിന്റെ വെർഡിക്റ്റ് വന്നു. ആ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ശരിക്കും ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. മറ്റുള്ള എല്ലാ ഭാഗങ്ങളെയും പോലെ തന്നെ ഈ ഭാഗത്തെ ട്രീറ്റ് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് വന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസിലാണ് അങ്ങനെ ഒരു സ്ഥിരീകരണം നമുക്ക് വന്നത്. ഇതാണ് കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് കേസുകളും കൂടി ഓപ്ഷൻസിലുണ്ട്. എ പറയുന്നത് ഗോരഖ്നാഥ് കേസാണ്, ബി വെലുബാരി യൂണിയൻ കേസ്, ഡി മുകളിലുള്ളവയിൽ ഒന്നുമല്ല എന്നൊക്കെയുള്ളതാണ്. അത് സി നമുക്ക് ഡി ഇ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കേസിൽ കേശവാനന്ദ ഭാരതി കേസാണ് നമ്മുടെ എന്താണ് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടിയന്തരാവസ്ഥയിൽ പോലും ഏത് മൗലിക അവകാശങ്ങളാണ് സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്തത്? ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മുടെ പല മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സസ്പെൻഡ് ചെയ്യപ്പെടും, അല്ലെ? അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള പല രീതിയിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്താണ് പലയിടങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ എന്താണ് ഒരു ഗ്രൂപ്പിന്റെ ഒരു രണ്ടു പേരിൽ കൂടുതൽ സംഘടിക്കാൻ പാടില്ല, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ശരിക്കും വരുന്ന സമയമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം സഞ്ചരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സംഘം കൂടുക എന്നൊക്കെ ഉള്ളത്, സംഘടിക്കുക എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മുടെ മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മൗലിക അവകാശത്തിൽ തന്നെ പറയുന്നതാണ്. മൗലികാവകാശം മീൻസ് നമ്മുടെ അടിസ്ഥാന അവകാശമാണ്, അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. പക്ഷെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്താണ് ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ സസ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ സസ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടൊരു, ഒരിക്കലും അങ്ങനെ ഒരു സസ്പെൻഷന് വിധേയമാകാൻ പാടില്ലാത്ത ഒരു എന്താണ് അവകാശം നമ്മുടെ മൗലികാവകാശം എന്ന ഭാഗത്തുണ്ട്. ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, എ എന്താണ്? സംസാരത്തിനുള്ള അവകാശം, ബി മതത്തിനുള്ള അവകാശം, സി സമത്വത്തിനുള്ള അവകാശം, ഡി ജീവിക്കാനുള്ള അവകാശവും വ്യക്തിസ്വാതന്ത്ര്യം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ശരിക്കും ആൻസർ ഡി ആയിരിക്കും വരുന്നത്, അല്ലെ? ആൻസർ ഏതായിരിക്കും? ഡി ആയിരിക്കും. എന്താണ്? ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യം. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിൽ തന്നെ, ദുരവസ്ഥയാണെങ്കിൽ പോലും തന്നെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ്. സോ
നമുക്ക് ജീവിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാതെ. ഓക്കെ, അടിസ്ഥാന കടമകൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണെന്നാണ് ചോദ്യം. അടിസ്ഥാന കടമകൾ എന്ന് പറയുമ്പോൾ മൗലിക കടമകളാണ്, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അത് ഏത് ഭാഗത്താണെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. നോക്കൂ, എന്താ പറയുന്നത്? ഭാഗം 4A, ബി ഭാഗം 4, സി ഭാഗം 3, ഡി 4A സ്കെഡ്യൂൾ. സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പട്ടികയിലേക്ക് അല്ലെ, പട്ടിക. അപ്പൊ ഏത് ഭാഗത്തായിട്ടാണ് നമ്മുടെ മൗലിക കടമകൾ വരുന്നത് നമുക്ക് നോക്കാം. ഭാഗം 4A ഭാഗം 4A ശരിക്കും എന്ത് വരുന്നത്? നമ്മുടെ മൗലിക കടമകൾ വരുന്നത്. ഭാഗം 4 എന്താ വരുന്നത്? അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഭാഗം 4 ഭാഗം 3 നമുക്കറിയാം എന്താണ്? അത് നമ്മുടെ മൗലിക കടമകളാണ്. അപ്പൊ 4A സ്കെഡ്യൂൾ അല്ല, 4A സ്കെഡ്യൂൾ എന്നല്ല, 4A ഒരു ഭാഗമാണ്. സോ ഡി നമുക്ക് നോക്കണ്ട. ആൻസർ എന്ന് പറയുന്നത് A ആണ്. മൗലിക കടമകൾ ഭാഗം 4A മൗലിക കടമകൾ ഭാഗം 4A ഉൾക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഇനി പറയുന്ന ആർട്ടിക്കിളിൽ മൗലിക കർത്തവ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് താഴെ കൊടുത്തിരിക്കുന്ന 4 ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിലാണ് മൗലിക കർത്തവ്യങ്ങൾ, അതായത് നമ്മുടെ മൗലിക കടമകൾ അല്ലെ? കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ കടമകൾ തന്നെയാണ്. കടമകൾ അടങ്ങിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ A41A ആണ് പറഞ്ഞിരിക്കുന്നത്, B51A, C42, D 30B. ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മൗലിക കടമകളിൽ ഒരു ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. അത് ഏതാണ്? അത് 51A ആണ്. 51A എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 51A ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത്? താഴെ പറയുന്നതിൽ ഏത് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നാണ് ചോദ്യം. A എന്താണ്? മൽഹോത്ര കമ്മിറ്റി, ബി രാഘവൻ കമ്മിറ്റി, സി സ്വരൺ സിംഗ് കമ്മിറ്റി, ഡി നരസിംഹൻ കമ്മിറ്റി. ഇങ്ങനെ 4 കമ്മിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് കാണാതെ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളൂ. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയോടൊപ്പം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ സി ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത്? ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, അപ്പം പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഹിതോച്ചാടനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 18, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 15, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 14, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആർട്ടിക്കിൾ ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കാം. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നോക്കുകയാണെങ്കിൽ പല പദവികൾ കൊടുത്തിട്ട് നമ്മൾ വിളിച്ചിരുന്ന സ്ഥാനപ്പേരുകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ജാതി പേരുകൾ കൊടുത്തിട്ട് നമ്മൾ പല പേരുകളിൽ പല ആൾക്കാരെ എന്താണ് സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സമൂഹത്തിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്താണ്? ഇവർക്ക് കുറച്ച് സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുകയാണ് അല്ലെ? മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ആണെന്നുള്ള പ്രിവിലേജസ് കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന എന്താണ്? എല്ലാവർക്കും തുല്യത എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു പേര് ചൊല്ലി അല്ലെങ്കിൽ ഒരു ഉയർന്ന നാമം ചൊല്ലി ആരെയും സംബോധന ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു കാര്യം വരുന്നത് ആർട്ടിക്കിൾ 18 പ്രത്യേകമായിട്ടുള്ള ഒരു വിളിപ്പേരുകളൊക്കെ റദ്ദാക്കുന്നത് ആർട്ടിക്കിൾ 18 സോ അത് എന്തല്ല? നമ്മുടെ തൊട്ടുകൂടായ്മ റദ്ദാക്കുന്നത് അല്ല ആർട്ടിക്കിൾ 18.
സോ നമുക്കിനി അടുത്ത് നോക്കാം. ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? അതായത് ആർട്ടിക്കിൾ 15 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് എന്താണ് ജാതിയുടെ പേരിലോ വംശത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ ഒന്നും തന്നെ ആരെയും എന്തുണ്ടാവില്ല, വിവേചനം ഉണ്ടാവില്ല, എല്ലാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇനി 14 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി തുല്യതയെ കുറിച്ച് പറയുന്നതാണ്. 14 തുല്യതെല്ലാം തുല്യതയാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 14 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള നിയമത്തിന്റെ തുല്യ പരിരക്ഷ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആർട്ടിക്കിൾ 14. അപ്പൊ ആർട്ടിക്കിൾ 14 AL BL CL നമുക്ക് അറിയാവുന്ന ആർട്ടിക്കിൾ തന്നെയാണ്. ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 ആണ് അയിത്തോച്ചാടനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ വധിക്കുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയ ഒരു മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ എന്താണ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും. മഹാത്മാഗാന്ധി ഹരിജനങ്ങളുടെ ഒരുപാട് പിന്നോക്കം നിന്ന് അവരുടെ അവസ്ഥയിൽ നിന്ന് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആർട്ടിക്കിൾ, തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഇങ്ങനൊരു ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്യുന്നത്. സോ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ആർട്ടിക്കിൾ 17 നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ അടുത്ത് നോക്കാം. 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്നത് താഴെ പറയുന്ന ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന കടമകൾ ഉൾപ്പെടുത്തിയത്? ഓക്കെ, അതായത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക കടമകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എന്താണ് അപ്പൊ തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു ഭാഗമല്ല ഇത്. പിന്നീട് 1976 എന്നുള്ള ഒരു അമെന്റ്മെന്റ് വഴി ഈ ഭാഗം ആഡ് ചെയ്യുകയായിരുന്നു. മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെ നമ്മുടെ ഭരണഘടനയോടൊപ്പം ആഡ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ആ ഒരു അമെന്റ്മെന്റിലൂടെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഭരണഘടനയിൽ വന്നത് മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭേദഗതിയിലൂടെയാണ് ആ ഒരു ഭാഗം ആഡ് ചെയ്തതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നോക്കാം, 40ാം ഭേദഗതി നിയമം, 40ാം ഭേദഗതി നിയമം, B 44ാം ഭേദഗതി നിയമം, C 43ാം ഭേദഗതി നിയമം, D 42ാം ഭേദഗതി നിയമം. ഇതിലേതാണ്? അത് നമ്മുടെ 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിയിലുള്ള ധാരാളം മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് പ്രിയാമ്പിളിന്റെ കാര്യത്തിലും എന്താണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെ അതേപോലെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന അഖണ്ഡത അല്ലെങ്കിൽ സമഗ്രത എന്ന് പറയുന്ന 3 വേർഡ്സ്. 3 വേർഡ്സ് എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് സ്ത്രീ സമത്വം, അതേപോലെ തന്നെ സെക്യുലർ മതേതരത്വം, അതേപോലെ ഇന്റഗ്രിറ്റി നമുക്ക് സമഗ്രതയെന്നും അഖണ്ഡത എന്നൊക്കെ പറയാം. അപ്പൊ ഈ 3 വേർഡ്സുകൾ നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യുന്നതും ഈ 42ാം ഭേദഗതി വഴിയാണ്. ഒരൊറ്റ വെട്ടമേ നമ്മുടെ ആമുഖം ഭേദഗതിക്ക് വിധേയമായിട്ടുള്ളൂ. അത് ഈ 42ാം ഭേദഗതി വഴിയാണ്. 1976 ഈ ഒരു ഭേദഗതി വരുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ആ സമയത്ത് നമ്മൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ ഒരു 42ാം ഭേദഗതി നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഓർത്തിരിക്കുക, നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ തുടക്കത്തിലുള്ള ഒരു ഭാഗമല്ല. അതൊരു അമെന്റ്മെന്റ് വഴി നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തതാണ്. ഏതാണ് അമെന്റ്മെന്റ്? 42ാം അമെന്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഭാഗം ഏതായിരുന്നു? ഭാഗം 4A ആണ്. അതിലൊരു ആർട്ടിക്കിൾ ഏതാണുള്ളത്? 51A ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യമാണ്. ചൂഷണത്തിനെതിരായ അവകാശം സംബന്ധിച്ച് ഇനി പറയുന്ന ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അവകാശമാണ്. നമ്മൾ ആരെങ്കിലും ചൂഷണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കാനുള്ള ചെറുത്ത് നിൽക്കുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ്, നമ്മുടെ അവകാശമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആരെങ്കിലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും എന്താണ്, നമുക്ക് അതിനെ എതിർക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഭരണഘടന തന്നെ നമുക്ക് നൽകുന്നത്. അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കിയേ, മനുഷ്യരുടെ നിർബന്ധിത ജോലിയുടെയും നിരോധനം. നോക്കട്ടെ, മനുഷ്യരുടെയും നിർബന്ധിത ജോലിയുടെയും നിരോധനം. മനുഷ്യരുടെ എന്നുള്ള സംഭവം വേണ്ട, മനുഷ്യരുടെ നിർബന്ധിത ജോലിയുടെ നിരോധനം. ഓക്കെ, ബി നോക്കിയേ, ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സി നോക്കുക, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ.
ഡി നിയമത്തിന്റെ മുന്നിൽ തുല്യത. ഇത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് എന്താണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് താഴെ തുടങ്ങാം. ഡി നോക്കട്ടെ. ഡി നിയമത്തിന് മുന്നിൽ തുല്യത. നിയമത്തിന് മുന്നിൽ തുല്യത നമ്മൾ കണ്ട ആർട്ടിക്കിൾ 14 അപ്പൊ ശരിക്കും ഇത് ചൂഷണത്തിനെതിരുള്ള എന്താണ് അവകാശമല്ല, ഇത് തുല്യതയാണ്. എല്ലാവർക്കും സമത്വം കൊടുക്കുക, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ്. തുല്യതയ്ക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ ചൂഷണത്തിനെതിരുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. സി നോക്കിയേ, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് എന്താ നീതികൾ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കും തുല്യത കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ അവിടെ വരുന്നില്ല. ഇനി ബി എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അത് ശരിക്കൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അതുമല്ല. അപ്പൊ നോക്കിയേ, മനുഷ്യരുടെ നിർബന്ധിത ജോലിയുടെ നിരോധനം. അതായത് ഏതെങ്കിലും ഒരു മനുഷ്യര് ഇപ്പം ഏതെങ്കിലും അത്രയ്ക്ക് ഫിസിക്കലി കേപ്പബിൾ അല്ലാത്ത ഒരു ആളെ വിളിച്ചിട്ട് പറയാണ് ഏതെങ്കിലും ഫാക്ടറി പോയിട്ട് ജോലി ചെയ്യുക, കുറച്ച് എന്താണ് ഹെവി ആയിട്ടുള്ള ജോലി ഫാക്ടറി പോയി ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൈനിലൊക്കെ പോയിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. ശരിക്കും അവർക്കത് അവരുടെ ഫിസിക്കലി ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ജോലിയായിരിക്കും. ഓക്കെ, അപ്പം വളരെ ക്ഷീണിതരായ വ്യക്തിയിൽ ഈ പാറ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചുമക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. പക്ഷെ അവർ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കുക, നിങ്ങൾ ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്കൊരു ചൂഷണമായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇങ്ങനെ നിർബന്ധിത തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? ഈ നിർബന്ധിത തൊഴിൽ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. സോ മനുഷ്യരുടെ നിർബന്ധിത ജോലിയുടെ നിരോധനമാണ് നമുക്ക് എന്താണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ 12ാമത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഇനി പറയുന്ന ആർട്ടിക്കിളിൽ ഏതാണ് നിയമത്തിന് മുൻപിലുള്ള സമത്വവും ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിൽ നിയമത്തിന്റെ തുല്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്? ഇത് ബാലറ്റ് നമുക്ക് കിട്ടിയ ചോദ്യമാണ് അല്ലെ, കിട്ടിയ ആൻസർ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്? ഈ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കുമെന്നും നമുക്ക് ഉറപ്പ് നൽകുക ആർട്ടിക്കിൾ 14 അല്ലെ. ആർട്ടിക്കിൾ 14 നമ്മൾ കണ്ടതാണ് അല്ലെ. ആർട്ടിക്കിൾ 15 എന്താണ് നമ്മൾ കണ്ടു. 17 നമുക്കറിയാം എന്താണ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്നു. ഇത് ടൈറ്റിൽസ് 18 ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്യുന്നു. അപ്പം 14 ആൻസർ. ആൻസർ എന്താണ്? 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കുമെന്നും നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കുമെന്നും നമുക്ക് ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിയേ, 13ാമത്തെ ചോദ്യമാണ്. നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒരു സംസ്ഥാനം മനസ്സിൽ സൂക്ഷിക്കേണ്ട ആദർശങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. നയങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാനം മനസ്സിൽ സൂക്ഷിക്കേണ്ട ആദർശങ്ങൾ എന്താണ്? അതായത് നമുക്കൊരു ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആയിക്കോട്ടെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പം ഈ നിയമങ്ങൾ, പോളിസികൾ ഉണ്ടാക്കുന്ന ആൾക്കാര്, നിയമം നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? നമ്മുടെ ആൻസേഴ്സ് നോക്കാം. എ മൗലികാവകാശങ്ങൾ, ബി സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ, സി ഗാന്ധിയൻ തത്വങ്ങൾ, ഡി സോഷ്യലിസ്റ്റ് തത്വങ്ങൾ. അപ്പൊ ഏതാണെന്നാണ് നോക്കേണ്ടത്. അത് ശരിക്കും മൗലികാവകാശം. മൗലികാവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശം എന്ന ഭാഗം തന്നെ അല്ലെ. പിന്നെ നമ്മൾ നോക്കി ബി എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളാണ്, മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അതായത് ഭരണഘടന നമ്മളെ ഭരിക്കുന്നവർക്ക് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ഭാഗത്ത്, അതായത് ഭാഗം പാർട്ട് 4 4ാമത്തെ ഭാഗത്തിലാണ്. നമ്മുടെ ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഭരണം നടത്തേണ്ടത്. നമ്മളൊരു വെൽഫെയർ കൺട്രിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലാണ് ഭരണം നടത്തേണ്ടത്, കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, ഗാന്ധിയൻ തത്വങ്ങൾ, സോഷ്യലിസം, CMTM പറഞ്ഞത്. നമ്മൾ ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ 4 ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ മാർഗനിർദ്ദേശ തത്വങ്ങളിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ്. അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഗാന്ധി തത്വങ്ങളുണ്ട്, സോഷ്യലിസം ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്താണ്? ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, നമ്മുടെ ഗാന്ധിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഭാഗമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ എവിടെയില്ല, ഭരണഘടനയിലില്ല. ഈ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഉള്ളിലാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, മാർഗനിർദ്ദേശ തത്വങ്ങളാണ്.
ക്ലിയർ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം, 14ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നത്? അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം, താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് അറിയാവുന്ന ഇപ്പം പഴയ കുറച്ച് എന്താണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന, മുന്നോട്ടല്ല കുറച്ച് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് സ്ത്രീകളെയും സ്ത്രീക്കും പുരുഷനും തുല്യത എന്ന സംഭവം നമ്മുടെ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. പല രീതിയിൽ എന്താണ് വിവേചനം സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും ഒരേ ജോലിയാണ് ചെയ്യുന്നിരിക്കുന്നത്. ഒരു കമ്പനിയിൽ ഒരേ ജോലി ഒരേ ടൈമിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ ഒരേ തൊഴിലാണ്, ഒരേ ഡ്യൂറേഷനിൽ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും സ്ത്രീക്ക് അതിന് കൊടുക്കുന്ന കൂലി കുറവും പുരുഷന് കൊടുക്കുന്ന കൂലി കൂടുതലുമായിട്ടുള്ള ഒരു അസമത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. അപ്പം അതിനെ ഒരു എന്താണ് അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട്, അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 49, ആർട്ടിക്കിൾ 39. ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39 ആണ്. ആർട്ടിക്കിൾ 39. ഇനി നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യമാണ്. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗാന്ധിയൻ തത്വങ്ങൾ പറയുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗാന്ധിയൻ തത്വങ്ങൾ പറയുന്നതെന്നാണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ DPSPക്ക്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ് മാർഗനിർദ്ദേശ തത്വം. ഈ മാർഗനിർദ്ദേശ തത്വങ്ങളിനകത്ത് 3 രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാം. അതായത് ഗാന്ധിയൻ തത്വങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ആശയങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കാണാം. അപ്പൊ ഈ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ശരിക്കും നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ആർട്ടിക്കിൾ 40 മുതൽ 48 വരെയാണോ ഗാന്ധിയൻ തത്വങ്ങൾ ഉള്ളത്? 41 മുതൽ 48 വരെയാണോ? ആർട്ടിക്കിൾ 42-ലാണോ? ആർട്ടിക്കിൾ 40-ലാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 മുതൽ 48 വരെയാണ്. ആർട്ടിക്കിൾ 40 മുതൽ 48 വരെയാണ് എന്തുള്ളത്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉള്ളത്. 40 മുതൽ 48 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ഭാഗം 4 പാർട്ട് 4-ലാണ് നമുക്ക് ഗാന്ധിയൻ തത്വങ്ങൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യമാണ്. ലോക്സഭയിൽ ഓഫീസ് വഹിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? അതായത് ഒരു ലോക്സഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 വയസ്സ്, 21 വയസ്സ്, 25 വയസ്സ്, വർഷം എന്നുള്ളത് വയസ്സെന്നാണ് കേട്ടോ. 25 വയസ്സ്, 30 വയസ്സ്. ആൻസർ പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. ആൻസർ എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് 17ാമത്തെ ചോദ്യമാണ്. നോക്കാം. ഒരു വർഷത്തിൽ ലോകസഭയിൽ എത്ര സെഷനുകൾ ഉണ്ടെന്നാണ്, എത്ര സെഷനുകൾ നടക്കുന്നത്, എത്ര സമ്മേളനങ്ങൾ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ലോകസഭയിൽ ഒരു വർഷത്തിൽ എത്ര സമ്മേളനങ്ങൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ആൻസർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? A 2, B 3, C 4, D 5. ശരിക്കും നമ്മുടെ ലോകസഭയിൽ 3 സമ്മേളനങ്ങളാണ്. ഓക്കെ, 3 സമ്മേളനങ്ങളാണ് ലോകസഭയിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് ബഡ്ജറ്റ് സമ്മേളനം, പിന്നെ അടുത്തത് മൺസൂൺ സമ്മേളനം, മൂന്നാമത്തെന്ന് പറയുന്നത് ശൈത്യകാല സമ്മേളനം. ഇങ്ങനെ 3 സെഷൻസ് ആണ് നമ്മുടെ ലോകസഭയിൽ നടക്കുന്നത്. ഓക്കെ, മിനിമം 2 തവണയെങ്കിലും, ഒരു മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 തവണയെങ്കിലും ലോകസഭ സമ്മേളിക്കണമെന്നാണ് ഒരു നിയമം ഉള്ളത്. പക്ഷെ നോർമലായിട്ട് നമുക്ക് 3 സെഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണത്? ഒന്ന് ബഡ്ജറ്റ് സെഷൻ, 2 മൺസൂൺ സെഷൻ, മൂന്നാമത്തത് എന്താണ്? ശൈത്യകാല സമ്മേളനം. ഓക്കെ, അങ്ങനെ 3 അപ്പൊ ആൻസർ. 3 സെഷൻസ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? D ആണ്, 3. ഓക്കെ, ഇനി നോക്കൂ, 18ാമത്തെ ചോദ്യം നോക്കൂ. മണി ബിൽ. ഓക്കെ, മണി ബില്ലാണ് കേട്ടോ. മണി ബില്ലാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഓക്കെ, ക്വസ്റ്റ്യന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ വായിച്ചതിന്റെ പ്രശ്നമാണ്. ക്വസ്റ്റ്യന് പ്രശ്നമൊന്നുമില്ല. നോക്കൂ, മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നാണ് 18ാമത്തെ ചോദ്യം.
അപ്പം ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം മണി ബില്ല് എന്ന് പറയുന്നത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലാണ്. ഫിനാൻഷ്യൽ ബില്ലാണ് മണി ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സമ്പത്ത് ധനവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ്. എല്ലാ ധനപരമായിട്ടുള്ള ബില്ലുകളും എന്തല്ല മണി ബില്ലല്ല. അതിന് ചില സ്പെഷ്യൽ ക്ലോസുകളും കാര്യങ്ങളൊക്കെ അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില സ്പെഷ്യൽ ക്ലോസുകളും കാര്യങ്ങളൊക്കെ വരുന്ന ബില്ലുകളാണ് നമ്മൾ മണി ബില്ല് എന്ന് പറയുന്നത്. ശരിക്കും നിലവിലെ നികുതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പുതിയ നികുതികൾ എന്തെങ്കിലും ഏർപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശരിക്കും മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം മണി ബില്ല് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ബില്ല് മണി ബില്ല് ആണെങ്കിൽ എന്താണ് ആ ബില്ല് നമുക്ക് ലോക്സഭയിൽ മാത്രം അവതരിപ്പിച്ചാൽ മതി. ലോക്സഭയിൽ മാത്രം അവതരിപ്പിച്ച് അവിടെ മാത്രം വോട്ടിന് വെച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷൻ വേണം. മണി ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരുടെ റെക്കമെൻഡേഷൻ വേണം? രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷനും നമുക്ക് ആവശ്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ ആരാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? എ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ്, ബിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി, സി പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ, ഡി പറഞ്ഞിരിക്കുന്നത് ധനമന്ത്രി. ശരിക്കും ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ, ഒരു മണി ബില്ലിന് വേണ്ടുന്ന ക്ലോസുകളൊക്കെ അതിലുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലോകസഭയിലെ സ്പീക്കറാണ്. ലോകസഭയിലെ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മണി ബില്ലിന്റെ പ്രത്യേകതകൾ കൂടെ ഓർത്തിരിക്കുക. മണി ബിൽ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, ലോക്സഭയിലാണ് തുടക്കം അവിടെയാണ്. മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ മുൻകൂറായിട്ടുള്ള ശുപാർശ വേണം, അനുവാദം വേണം. എന്നിട്ട് മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് വോട്ടിനായിട്ട് വെക്കുകയുള്ളൂ. രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. ഒരു റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജ്യസഭയ്ക്ക് പറയാം. അതിനു വേണ്ടിയിട്ട് രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ രാജ്യസഭയുടെ റെക്കമെൻഡേഷൻ എടുക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ലോക്സഭയാണ്. എന്നാൽ മണി ബില്ലിന്മേൽ അൾട്ടിമേറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും എന്താണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന കാര്യം എന്താണ്? ലോകസഭയാണ് എടുക്കുന്നത്. അപ്പൊ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? സ്പീക്കർക്കാണ്. സ്പീക്കർ അങ്ങനെ ഒരു ബില്ല് മണി ബില്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? രാഷ്ട്രപതിയുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് പോകാം. പിന്നെ രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി തന്നെ ലോകസഭയിൽ ഇത് അവതരിപ്പിക്കണം. ലോകസഭയിൽ മണി ബില്ല് വോട്ടെടുപ്പിൽ വെക്കുന്നു. അതിനുശേഷം രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. എന്തെങ്കിലും റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ തിരിച്ച് രാജ്യസഭയിൽ നിന്ന് മണി ബില്ല് വീണ്ടും ലോക്സഭയിലേക്ക് തന്നെ വരുന്നു. രാജ്യസഭ പറയുന്ന റെക്കമെൻഡേഷൻ എടുക്കാതെയോ എന്ത് ചെയ്യാം? മണി ബില്ല് പാസ്സാക്കാവുന്നത് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 19ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫെഡറൽ ഘടന നൽകുന്നത്, അത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ്. അത് ദ്വിതല സംവിധാനമാണോ, ത്രിതല സംവിധാനമാണോ, 4 തല സംവിധാനമാണോ? മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ഇങ്ങനെ എന്താണ് 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ എന്താണ് ചെറിയ ക്ലാസ് മുതൽ തന്നെ കേൾക്കുന്നതാണ്. നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് ത്രിതല സംവിധാനമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഫെഡറൽ ഘടന നൽകുന്നത് ത്രിതല സംവിധാനമാണ്. 20ാമത്തെ ചോദ്യം നോക്കിയേ. ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. GB മാവലങ്കർ, B റാവിലെ, C എന്താണ് PA സാങ്ക, D ബൽറാം ജാക്കർ. ഇതിലെ ആരാണ് ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? GB മാവലങ്കർ ആണ് നമ്മുടെ ഫസ്റ്റ് സ്പീക്കർ ആണ്. GB മാവലങ്കർ ആണ് നമ്മുടെ ലോകസഭയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കൂ. 21ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായം ഏത് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വെസ്റ്റേൺ മിനിസ്റ്റർ മോഡല്, B എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് മാതൃക, C എന്താണ് 2 Aയും Bയും, D എന്താ പറയുന്നത് Aയോ Bയോ അല്ല എന്നാണ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വെസ്റ്റ് മിനിസ്റ്റർ മോഡല്, വെൽഫെയർ സ്റ്റേറ്റ് മാതൃക, ഈ 2 എണ്ണമാണ് നമുക്ക് ആൻസർ ആയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളത് ബ്രിട്ടനെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭരിച്ചപ്പോൾ തന്നെ അവർ തന്നെ ഒരു പാർലമെന്ററി സിസ്റ്റം ആണ് അവരിവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ബ്രിട്ടന്റെ ഒരു പാർലമെന്ററി സിസ്റ്റം ആണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും തന്നെ വെസ്റ്റ് മിനിസ്റ്റർ മോഡലും വെൽഫെയർ സ്റ്റേറ്റ് മാതൃക എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കാര്യം പറയുന്നില്ലെന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റത്തിനാണ്. ഇത് ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റത്തിനാണ് നമ്മൾ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേറ്റ് മാതൃക എന്ന് പറയുന്നത് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റം ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് A മാത്രമാണ്.
നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്? 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളാണുള്ളത്. എന്താണ്? ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഉപരിസഭ എന്ന് പറയുന്നത് ഏതാണ്? ഉപരിസഭ രാജ്യസഭയാണ്. അതേപോലെ അധോസഭ എന്ന് പറയുന്നത് ലോകസഭയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചേംബർ, ആദ്യത്തെ ചേംബർ എന്ന് പറയുന്നത് ഏതാണ്? അത് ലോകസഭയാണ് കേട്ടോ. സെക്കൻഡ് ചേംബർ ആണ് രാജ്യസഭ. അപ്പം ഉപരിസഭ ആയതുകൊണ്ട് ഫസ്റ്റ് ചേംബർ ആണ് രാജ്യസഭ എന്ന് കരുതരുത്. ഉപരിസഭയാണ്, പക്ഷെ സെക്കൻഡ് ചേംബർ ആണ് രാജ്യസഭ. അധോസഭയാണ് ലോകസഭ, പക്ഷെ ഫസ്റ്റ് ചേംബർ ലോകസഭ തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? എ 245, ബി 545, സി 552, ഡി 732. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 245 ആണ്. 245 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് അധോസഭയായ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണ്? ഡി 245 അംഗങ്ങളുണ്ടെന്നാണ്. 245 അംഗങ്ങളാണ്. നിലവിൽ 245 അംഗങ്ങളാണ്. മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും? നമ്മുടെ ലോകസഭയിൽ മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 550 ആണ്. 550 ആണ്. അതില് 550-ല് 530 പേര് എവിടെ നിന്നാണ്? സ്റ്റേറ്റിൽ നിന്നാണ്. സ്റ്റേറ്റുകളിൽ നിന്നും 20 പേര് എവിടെ നിന്നാണ്? യുടിയിൽ നിന്നും, യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം 530 പേരില് 530 പേരില് എന്താണ്? 550 പേരില് 530 പേര് സ്റ്റേറ്റിൽ നിന്നും എന്താണ് 20 പേര് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമാണ്. 20 പേര് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നിലവിൽ നമ്മുടെ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയില് എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദ്യം. അത് 545 അംഗങ്ങളാണ്. 545 അംഗങ്ങളാണ്. ഇനി നോക്കാം 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിസഭയുടെ പേര് ജസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതുള്ളൂ. എന്താണത്? ലോക്സഭയാണോ, രാജ്യസഭയാണോ, വിധാൻസഭയാണോ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണോ? അതെന്ന് പറയുന്നത് രാജ്യസഭയാണ്. ഏതാണ്? രാജ്യസഭയാണ് നമ്മുടെ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് പറയുന്നത്. രാജ്യസഭയാണ് നമ്മുടെ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് പറയുന്നത്. അപ്പം രാജ്യസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രാജ്യസഭ വരുന്നത്, അല്ലെ? സംസ്ഥാനങ്ങളുടെ ഒരു ഇതാണ് രാജ്യസഭയിൽ വരുന്നത്. ഇപ്പം രാജ്യസഭയിൽ നമുക്കറിയാം ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന പാർലമെന്ററി സഭയാണോ രാജ്യസഭ? അല്ല. ഇവിടെ ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. രാജ്യസഭയിലൊക്കെയാണ് നമ്മൾ ആരും പോയിട്ട് വോട്ട് ചെയ്യാറില്ല, രാജ്യസഭ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? പക്ഷെ ലോകസഭാ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ എന്ന് പറയുന്നത് ലോകസഭയാണ്. അതായത് നമ്മൾ നേരിട്ട് തെരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരാണ് ലോകസഭയിലുള്ളത്, മെമ്പേഴ്സ്. പക്ഷെ രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ എന്താണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത 12 അംഗങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, രാജ്യസഭയിൽ കാണാൻ പറ്റും, അല്ലെ? കലാ, സാഹിത്യം, സാമൂഹ്യ സേവനം തുടങ്ങിയ എന്താണ് മേഖലകളിൽ നിന്നും രാഷ്ട്രപതി 12 പേരെ നോമിനേറ്റ് ചെയ്ത് ഇവിടെ ഇടുന്നുണ്ട്, രാജ്യസഭയിൽ ഇടുന്നുണ്ട്. ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെയാണ്. ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നാണ് രാജ്യസഭയുടെ മറ്റൊരു പേര്. ഓക്കെ, അപ്പൊ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഉപരിസഭ എന്ന് പറയുമ്പോൾ ഏതാണ്? ഉപരിസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയാണ്. സെക്കൻഡ് ചേംബർ ആണ് ഹൗസ് ഓഫ് എൽഡേഴ്സ്, മുതിർന്നവരുടെ സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭ തന്നെയാണ്. ഓക്കെ, അപ്പൊ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ടായിരുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പേരായിരുന്നു രാജ്യസഭയ്ക്ക് ആദ്യം ഉള്ളത്. പിന്നെ നമ്മൾ ഹിന്ദി നാമായിട്ട് രാജ്യസഭ കൊടുത്താണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? രാജ്യസഭയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം നോക്കാം. സുപ്രീം കോടതി ജഡ്ജിയെ ആർക്കാണ് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതി ജഡ്ജി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്ന ആർക്കാണ്? എ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ബി രാഷ്ട്രപതിക്ക് മാത്രം, സി പാർലമെന്റിന് മാത്രം, ഡി പാർലമെന്റിന്റെ പ്രസിഡന്റിന് മാത്രം. പ്രസിഡന്റിന്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിനെ നീക്കം ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ അതേപോലെ ആ ഒരു സ്ഥാനത്ത് നീക്കം ചെയ്യുന്ന അതേ പ്രോസസ്, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. അപ്പം അതിന് സാധിക്കുന്നത് ഒരിക്കലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, മനസ്സിലാക്കുക. പിന്നെ രാഷ്ട്രപതിക്ക് മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പവറിലൊന്നും ചെയ്യണമെങ്കിൽ കഴിയില്ല. നമുക്കറിയാം ഇത്രയും വലിയ ഡിസിഷൻ സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസിനെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് മാത്രമായി കഴിയില്ല, പാർലമെന്റിന് മാത്രമായി കഴിയില്ല. പാർലമെന്റും പ്രസിഡന്റും കൂടി ചേർന്നിട്ടുള്ള ഇംപീച്ച്മെന്റിലാണ് എന്ത് നടക്കുന്നത്? ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി അടുത്ത് നോക്കാം 25ാമത്തെ ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം നോക്കാം. ഇനി താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ ആണ് സുപ്രീം കോടതിയുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത്? അതായത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി
സ്ഥാപിതമായതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെയാണുള്ളതാണ് ചോദ്യം. അപ്പോൾ ആർട്ടിക്കിൾ 124 ആർട്ടിക്കിൾ 124 ആർട്ടിക്കിൾ 124 അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. ക്ലിയർ? ഇനി നോക്കാം അടുത്ത 26ാമത്തെ ചോദ്യമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി സംബന്ധിച്ച് ഏതാണ് ശരിയല്ലാത്തത് ഇതാണ് ചോദ്യം കേട്ടോ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിക്ക് 65 വയസ്സ് വരെ പദവിയിൽ തുടരാം. മാക്സിമം പദവിയിൽ ഇരിക്കാൻ പറ്റുന്ന വയസ്സ് കുട്ടികളുടെ പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണെന്നാണ് പറയുന്നത്. ബിയിൽ എന്താ പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജി തന്റെ രാജിക്കത്ത് ചീഫ് ജസ്റ്റിസിന് നൽകുന്നു. സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ആർക്ക് നൽകുന്നു? ചീഫ് ജസ്റ്റിസിന് നൽകുന്നു എന്നാണ് പറയുന്നത്. സി എന്താണ് പറയുന്നത്? പാർലമെന്റ് ശുപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന് പുറത്താക്കാം. അതാണ് സി പറയുന്നത്. പാർലമെന്റ് ശുപാർശ പ്രകാരം എന്ത് ചെയ്യുക? രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ജഡ്ജിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാം. ഡി എന്താണ് പറയുന്നത്? മോശം പെരുമാറ്റത്തിന്റെ സാഹചര്യത്തിൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഡി പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 പ്രസ്താവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിക്ക് 65 വയസ്സ് വരെ ആ പദവിയിൽ തുടരാമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ബിയിൽ എന്താ പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജി തന്റെ രാജിക്കത്ത് ചീഫ് ജസ്റ്റിസിന് നൽകുന്നു. ഓക്കെ, ശരിക്കും സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നത് ചീഫ് ജസ്റ്റിസിനല്ല, അത് പ്രസിഡന്റിനാണ്. ഓക്കെ, പ്രസിഡന്റിനാണ് രാജിക്കത്ത് നൽകുന്നത്. സ്വാഗതമുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് സെറ്റ്. ഇനി സി പാർലമെന്റ് ശുപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പുറത്താക്കാം. ശരിയാണ്. പാർലമെന്റിന് ശുപാർശ ചെയ്തിട്ട് അത് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് പാർലമെന്റിനകത്താണ് നടക്കുന്നത്. അവസാനം രാഷ്ട്രപതിയോട് പറയുന്നത് രാഷ്ട്രപതിയാണ് ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥാനത്ത് ജഡ്ജിനെ നീക്കം ചെയ്യുന്നത്. സോ സി ശരിയാണ്. ഇത് ഡി എന്താണ്? മോശം പെരുമാറ്റത്തിന്റെ മിസ്ബിഹേവിയർ ആണ് ശരിക്കും ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ ഒക്കെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് നയിക്കുന്നത്. സോ അതായത് മോശം പെരുമാറ്റം, നമുക്ക് മലയാളത്തിൽ പറയാം മോശം പെരുമാറ്റത്തിന്റെ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നത്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് പോകുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി 27ാമത്തെ ചോദ്യമാണ് ആർക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്തേക്കാം. ഡി എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നുള്ളത് ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഇതിലേക്ക് പോകാം. ഓക്കെ, ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഡി കണ്ടാൽ മതി. അപ്പൊ നോക്കാം. എ എന്താണ്? ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, പാർലമെന്റിന്റെ ഏതെങ്കിലും സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, ഇവ ഒന്നുമല്ല. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. അപ്പം ഇതിൽ ഏതാണ് വോട്ട് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പില് എന്താണ് ഇലക്ട് ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വോട്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർലമെന്റിൽ 2 സഭയുണ്ട് അല്ലെ, ലോകസഭയും രാജ്യസഭയും. അപ്പൊ ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ നിലവിൽ ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിന് മുൻപ് ആയിരുന്നെങ്കിൽ രാഷ്ട്രപതിക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യായിരുന്നു? നാമനിർദ്ദേശം ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? അങ്ങനെ ഒരു പ്രൊവിഷൻ ഇപ്പൊ ഇല്ല. അത് ഭരണഘടനാ ഭേദഗതി വഴി അത് ആ നിയമം റദ്ദാക്കി. സോ ഇപ്പൊ നിലവിൽ ലോക്സഭയിൽ എന്തേ പറ്റത്തുള്ളൂ? ലോക്സഭയിൽ ആരെയുള്ളൂ? തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെ അംഗങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ രാജ്യസഭ വഴിയാണെങ്കിൽ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പങ്കെടുക്കാം. നമുക്കറിയാം രാജ്യസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. പരോക്ഷ തിരഞ്ഞെടുപ്പാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾക്ക് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകാൻ സാധിക്കുന്നില്ല. ക്ലിയർ? നമുക്ക്
സംസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുക്കുകയാണെങ്കിൽ ഈ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 ഓപ്ഷൻ തന്നിരിക്കുന്നു. ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഉറപ്പായിട്ടും ആരുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും, രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് അവർ. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇനി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും. ഇനി പാർലമെന്റിലെ ഏതെങ്കിലും സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിലെ ഏതെങ്കിലും സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് പറ്റുമോ? ഇല്ല, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇവയൊന്നുമല്ല എന്നാണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ അത് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്? അതായത് രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് ആർക്കാണ്? പാർലമെന്റിലെ ഏതെങ്കിലും സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും സഭ എന്ന് പറയുമ്പോൾ ഇപ്പൊ രാജ്യസഭയിലേക്ക് മാത്രമേ ഉള്ളൂ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 പേര്. ആ 12 പേർക്ക് രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. സോ സി ആണ് ആൻസർ. ക്ലിയർ? നോക്കൂ, 28ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? എ പ്രതിഭ പാട്ടീൽ, ബി ലക്ഷ്മി സാഗർ, സി ഇന്ദിരാഗാന്ധി, ഡി അംബിക സോണി. ആരാണ്? നമുക്കറിയാവുന്ന കാര്യം, രാഷ്ട്രപതിയാണ് ചോദിച്ചിരിക്കുന്നത്. വനിതാ രാഷ്ട്രപതിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലിയർ? 29ാമത്തെ ചോദ്യം നോക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ഇന്ത്യയിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നു? അതായത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 21 ആണോ, ആർട്ടിക്കിൾ 54 ആണോ, ആർട്ടിക്കിൾ 77 ആണോ, ആർട്ടിക്കിൾ 58 ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 54 ആണ്. ആർട്ടിക്കിൾ 54-നകത്താണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 54-നാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശം ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് 30ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് നിയമനിർമ്മാണ സഭയുള്ളത്? ഈ പറയുന്നതിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് നിയമനിർമ്മാണ സഭയുള്ളതെന്നാണ്. ഒന്ന് എ പറയുന്ന പുതുച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് എന്നുള്ള നിയമനിർമ്മാണ സഭ അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളതെന്നാണ് അറിയേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളില് പുതുച്ചേരി നോക്കുകയാണെങ്കിൽ പുതുച്ചേരിയിൽ എന്തുണ്ട്? കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഡൽഹി നോക്കുകയാണെങ്കിൽ ഡൽഹിയിലും പുതുച്ചേരിയിൽ നിയമനിർമ്മാണ സഭയുണ്ട്. അതായത് പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇവിടെ എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. അതുപോലെ ഡൽഹി നോക്കുകയാണെങ്കിൽ ഡൽഹിയിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. അപ്പൊ ഇതിൽ 3-ലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുള്ളതാണ്. അപ്പം മുകളിൽ പറഞ്ഞവയിലെല്ലാം തന്നെ എന്തുണ്ട്? നിയമനിർമ്മാണ സഭ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? നിയമനിർമ്മാണ സഭയുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്. ഓക്കെ, അല്ലാതെ നമുക്ക് അറിയാം മറ്റുള്ളിടങ്ങളിലാണെങ്കിൽ നമുക്ക് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ ഹൈക്കമ്മീഷണേഴ്സ് കാണും, അല്ലെങ്കിൽ ഗവർണേഴ്സ് തന്നെ ഭരിക്കുന്ന സ്ഥലങ്ങൾ കാണും. ചില സമയത്ത് രാഷ്ട്രപതി നേരിട്ട് ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കാണും. പക്ഷെ പുതുച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് നിയമനിർമ്മാണ സഭയുണ്ട്. മുഖ്യമന്ത്രിമാർ തലവനായിട്ടുള്ള നിയമനിർമ്മാണ സഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാവുന്നതാണ്. താങ്ക് യു.